ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്വീറ്റ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഞാൻ ഈ ഒരു ബൗൾ ചവ്വരി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വേവാനുള്ള വെള്ളം ഞാൻ ഈ സമയത്ത് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ചവ്വരി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഞാനൊരു 3 വിസിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം കാഷ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നെയ്യിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്വീറ്റ് റെസിപ്പി ആകുമ്പോൾ കാഷ്യൂം റീസൻസും ഒക്കെ ഒന്നും ഇല്ലാണ്ട് ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് റേസൻസ് ആണ്. അതും കൂടെ നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ളത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഇതുപോലെ നന്നായിട്ട് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതും നമുക്ക് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മുടെ സ്വീറ്റ് റെസിപ്പിക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ തേങ്ങയും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് നെയ്യ് കിടന്ന് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ റോസ്റ്റ് ആയപ്പോൾ ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം റൈസിൻസും ഒക്കെ ഒന്നും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വീറ്റ് റെസിപ്പിയിലേക്ക് ആവശ്യമായ കാഷ്യൂ റൈസൻസ് അതുപോലെ തന്നെ തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് റെസിപ്പിയിലേക്ക് ആവശ്യമായ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് ഇൻസ്റ്റൻറ്റ് അടയാണ് കേട്ടോ. ഇത് ഞാനൊരു അരമണിക്കൂർ മുന്നിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കിതുപോലെ ഒന്ന് വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. 3/4 ബൗൾ അടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം അട മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ആ വെന്ത വെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് വേവിച്ച അട മാത്രം മതി. അതിൻ്റെ വെള്ളം ഒരുപാട് നല്ല തിക്കായിട്ടുണ്ട്. കാരണം ഇത് ഇൻസ്റ്റൻറ്റ് അരി അടയാണ്. അപ്പോൾ അത് വെന്ത വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം വേവിച്ച അട മാത്രമാണ് നമ്മുടെ സ്വീറ്റ് റെസിപ്പിയിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചവ്വരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്നൊരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 3 വിസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായ ഷുഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബൗളിൽ 1 ബൗൾ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇനി മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് 1 ബൗൾ ഷുഗർ മതിയാകും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാനൊരു പിഞ്ച് ഓഫ് സാൾട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ
ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് അട നമ്മൾ 3/4 ബൗൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്റ്റൻറ്റ് അട നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാലിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചവ്വരിയും ഇൻസ്റ്റൻറ്റ് അടയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഓൾറെഡി നമ്മൾ വേവിച്ചതാണെങ്കിൽ കൂടെ പാലിലൊന്നും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ പാലിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അടയിലും നമ്മുടെ ചവരിയിലൊക്കെ ചേർന്ന് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് തേങ്ങാപ്പാൽ 1 പാലാണ് കേട്ടോ ഇത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അരമൂടി തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കുന്നത് ചവ്വരിയും അടയൊക്കെ ചേർത്തിട്ടുള്ള നല്ല കിടിലൻ പായസമാണ് കേട്ടോ. അത്ര നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേരുമ്പോൾ തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും ഒക്കെ ആയിട്ട് കുടിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തത് കാരണം അതിനനുസരിച്ചുള്ള മിൽക്ക് മെയ്ഡ് മാത്രമേ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 ഏലയ്ക്ക ഇതുപോലെ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടെ നമുക്കതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ മണവും ഒക്കെ കൂടി ആയിട്ട് അത്ര നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പായസത്തിന്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെല്ലാവർക്കും നെയ്യ് ആഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അതുപോലെ കാഷ്യൂ റൈസൻസ് ഒക്കെ നമുക്ക് ഈ സമയത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്ര തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചവ്വരിയും ഇൻസ്റ്റൻറ്റ് അടയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ കിടിലൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുടിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്വീറ്റ് റെസിപ്പി ഒരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചവ്വരിയും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് അടയൊക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.